ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസം ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോൾ ഫിഷ് ടാങ്കിനകത്ത് നിറയെ ഫിഷ്, നമ്മുടെ നാട്ടിൽ പുഴയിലൊക്കെ മീനുള്ളതുപോലെ. ആ ഫിഷ് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് പിടിച്ചിട്ട് അവരുടെ കൈ കൊടുത്താൽ അവരത് അപ്പം തന്നെ ക്ലീൻ ചെയ്തൊക്കെ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അയിലയും മത്തിയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കളർ മീൻ പോലത്തെ മീനുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ നാട്ടിലുള്ള തന്നെ ഒരുപാട് മീനും, പിന്നെ ഇവിടെ മാത്രമാണ് കണ്ടുവരുന്ന ചെറിയ വെറൈറ്റീസ് മീനൊക്കെ ഉണ്ട്, അതുമുണ്ട്. പിന്നെ നമ്മളെ ക്രാബ്, പ്രൗൺസ്, അങ്ങനെയുള്ളതെല്ലാം. എപ്പോഴും ഒന്നും നമ്മളിവിടെ വന്ന് വാങ്ങിക്കാറില്ല. ഇതിനപ്പുറത്ത് സബ്യല ആ സൈഡിലൊക്കെ ഓരോരോ ദിവസം ഇങ്ങനെ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ നല്ല ഫിഷൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് തോന്നി ഇവിടുത്തേലും ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ആ മാർക്കറ്റിലാണ് കിട്ടുന്നതെന്ന്. ഇവിടെ നല്ലതാണ്. ചില മീനിനൊക്കെ നന്നായിട്ട് നോക്കിയാൽ കാണാം ഇളകുന്നുണ്ടാവും ജീവനുള്ളത്. മുമ്പ് നമ്മൾ പ്രൗൺസ് നന്നായിട്ട് കഴിക്കാമായിരുന്നു. ഇപ്പം അങ്ങനെ അങ്ങ് കഴിക്കാറില്ല. പ്രൗൺസ് കുറേ പേർക്കൊക്കെ അലർജി ഉണ്ടെന്ന് തോന്നുന്നു. ചില ആൾക്കാരൊക്കെ പ്രൗൺസ് കഴിച്ചാൽ പറയുന്ന ആൾക്കാർ ചൊറിയുന്നു എന്നൊക്കെ. നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം എന്തോ മടുത്തു, അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാറില്ല. ഇനി കുറച്ച് ഇടവേള ഇട്ടിട്ട് കഴിക്കും. ഈ ഫിഷൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊടുത്താൽ ഇവരത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് തരും നമുക്ക്. ഇവിടെ റൂം കൊണ്ടുപോയാൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കാനുള്ള ഇതൊന്നുമില്ല, കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഭയങ്കര മണമായിരിക്കുമല്ലോ, റൂം മൊത്തം അങ്ങ് സ്മെല്ല് ചെയ്യും. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോകാറ്. പിന്നെ അവർ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത കുറച്ച് ഫിഷും ഉണ്ട്, സാൽമൺ ഫിഷ്. ഇതൊരു പ്രാവശ്യം വാങ്ങി, പക്ഷേ എന്തോ ടേസ്റ്റ് നമുക്ക് ശരിയായില്ല. അതിനുശേഷം പിന്നെ വാങ്ങിച്ചില്ല. അതേപോലെ പ്രൗൺസ് ആണെങ്കിൽ അവർ പാക്ക് ചെയ്ത് വെക്കും, നമുക്കിഷ്ടമുള്ള ഇവിടെ നിന്ന് എടുക്കാം. നല്ല രസമുണ്ടല്ലേ ഈ കളർ കോമ്പിനേഷൻ. എൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഈ കളറുള്ളത് കിട്ടില്ല. പിന്നെ നമ്മൾ കോഴിക്കോട് മാർക്കറ്റിൽ പോയാലേ കിട്ടുള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള പ്രൗൺസാണ് അവിടെയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നത്. മുമ്പ് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ പ്രൗൺസ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 10 രൂപ കൊടുത്താൽ അവർ തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തരും നാട്ടിൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് കടുക്കാന്ന് പറയും, ഓയിസ്റ്റർ. സോ അതുകൊണ്ട് വെച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ നാട് തന്നെ ഓർമ്മ വരും. ഇതൊക്കെ ഫ്രോസണാണ്. പിന്നെ ഉണക്കമീനുകൾ, ഡ്രൈ ഫിഷ് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഇപ്പോൾ ഇവിടെ കിട്ടും. മുമ്പൊക്കെ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് എടുത്തു വരികയായിരുന്നു ചെയ്യുക. പക്ഷെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, താഴെ വരെ ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ ഉണക്കമീനിലോട്ട് വലിയ താല്പര്യമില്ല. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി ഉണ്ടാക്കിയാലും ഇതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ അടുത്ത വീട്ടിലുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ആക്കാറില്ല. ഇനി ഇപ്പുറത്തോട്ട് നോക്കിയാൽ ഇവിടെ ഈവനിങ്ങിലൊക്കെ അറബികളൊക്കെ പുറത്ത് പോകുമ്പോൾ ഇരിക്കുന്ന ചെയറുകൾ, അതൊക്കെ സെയിലിനുണ്ട്. പിന്നെ കുറേ വെള്ളത്തിൻ്റെത്. മീൻ മാത്രം വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നതെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് പോയാൽ നമുക്ക് മാങ്ങ ഉണ്ട് ഒരുപാട്. ഇവിടെ ഈ ജീസാനിൽ ഇവർ തന്നെ ഉണ്ടാക്കിയ 60 വെറൈറ്റീസ് ഓഫ് മാങ്ങകൾ കിട്ടും.
ഇത് ബീഫാണ്, ബീഫെല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ്. ഇവിടുത്തെ ബീഫ് നാട്ടിലതുപോലെയല്ല, ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം, നമുക്ക് കഴിക്കാൻ തോന്നില്ല. നല്ലതൊക്കെ എവിടെയോ കിട്ടുമായിരിക്കും, അതെനിക്കറിയില്ല. നമ്മൾ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതേപോലെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ടേസ്റ്റ് നമുക്ക് തീരെ ശരിയാവില്ല. അത് വെന്ത് വരുമ്പോഴോ എന്തോ ഒരു സ്മെല്ല് വരും, നമുക്ക് അത് ആ സ്മെല്ല് ചെയ്താൽ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ല. പിന്നെ ചിക്കൻ 1 വർഷമൊക്കെ വാറണ്ടിയുള്ള ചിക്കനുണ്ട്. എക്സ്പയറി മിക്കവാറും എല്ലാത്തിൻ്റെ മുകളിൽ നോക്കിയാലും ഒരുപാട് സമയമുണ്ട്. അതാണ് ഞങ്ങൾ ചിക്കനും വാങ്ങിക്കാറില്ല. മീനാണ് മെയിനായിട്ട് കഴിക്കുന്നത്, മീനും പച്ചക്കറിയും. ചിക്കന് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കണ്ടാൽ ഇതിൻ്റെ ഭംഗിയുണ്ട് ആൾക്കാർ വാങ്ങിപ്പോകും. ഇത് വേറെയൊന്നുമല്ല, കുറച്ച് സുഗന്ധദ്രവ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതൊക്കെ തന്നെ പരിപ്പ്, ചെറുപയർ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങോട്ടൊക്കെ നമ്മുടെ ഡേറ്റ്സൊക്കെയാണ്. ഇത് ഈ ജസാനിൽ തന്നെ അവർ ഇത് ചെയ്തെടുത്ത മാവിൻ്റെ മുകളിലുള്ള മാംഗോകളാണ്. നാട്ടിലെ മാംഗോ ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നാട്ടിലെ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇതൊരു പൊടി പോലെ കൂടുതലുണ്ടാവും. 5 റിയാലേ ഉള്ളൂ, പക്ഷേ ഒരു പൊടി പോലെ നമ്മൾ തിന്നുമ്പോൾ ഒരു തരി പോലെ തോന്നും നമുക്ക്. എനിക്ക് നമ്മളെ നാട്ടിലതാണ് ഇഷ്ടമായി. ഇവിടുത്തേനേക്കാളും എനിക്ക് നല്ലതെന്ന് തോന്നിയ അവിടെ ഉള്ളതാണ്. ഈ 60 വെറൈറ്റീസ് ഉണ്ടെന്ന് ഞങ്ങൾ മുമ്പ് മാങ്ങ വാങ്ങിച്ചവർ പറഞ്ഞതാണ്. അതിനവരൊരു ഫാമിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ദിവസം ആ മാങ്ങയുടെ ഇതിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നു.